എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതുതായിട്ട് ഏലകൃഷിയിലോട്ട് വരുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ പുതിയൊരു കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നല്ലൊരു ഏലത്തട്ട സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് നടത്തേണ്ടത്, ഈ രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പുതുതായിട്ട് ഏലകൃഷി ആരംഭിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുതുതായിട്ട് ഏലകൃഷി ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളാണ് ഏലകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ. നിരപ്പ് സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിനേക്കാളും വെള്ളം വാർന്നു പോകുന്ന സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളായിരിക്കും ഏലകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. പുതുതായിട്ട് സ്ഥലം മേടിക്കുന്നവരോ അല്ലെങ്കിൽ പാട്ടത്തിനോ ഒറ്റയ്ക്കോ ഒക്കെ എടുക്കുന്നവർ ഇതുപോലുള്ള സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ വളരെ അധികം സ്ലോപ്പ് ഉള്ളതല്ല, ഒരു മീഡിയം സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളാണ് ഏലകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. സാധാരണഗതിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ചെടി എന്ന് പറയുന്നത് ഏകദേശം 10 മാസത്തോളം പ്രായമുള്ള ഏലച്ചെടികളായിരിക്കും. ഏലത്തിന്റെ ചിമ്പുകളാണ് സാധാരണഗതിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖബാധിതമല്ലാത്ത ചിമ്പുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അതിൽ ഫിസേറിയം, അതുപോലെ തന്നെ വേരഴുകല്, അതുപോലെ ഇലകളിൽ ഇലപ്പുള്ളി, ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതുപോലെ തണ്ടുതുരപ്പൻ്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം യാതൊരു അസുഖവും ഇല്ലാത്ത തട്ടകൾ വേണം നമ്മൾ ഈ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ. ഇതിന് ഏകദേശം 10 മാസമാണ് പ്രായം. ഈ 10 മാസം പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായി 2 ചിമ്പുകൾ അടിച്ചു നിൽക്കുന്ന ആ ഒരു പ്രായമുണ്ടല്ലോ, അതാണ് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ചെടി. ഒരു ചിമ്പ് തനിയെ പ്ലാന്റ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ ഒന്നിലധികം ചിമ്പുകൾ പ്ലാന്റ് ചെയ്യുന്ന രീതിയുമുണ്ട്. അപ്പോൾ ഒരു ചിമ്പ് തനിയെ പ്ലാന്റ് ചെയ്താലും ഒന്നിലധികം ചിമ്പുകൾ പ്ലാന്റ് ചെയ്താലും വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും ചെടികൾക്ക് വരാൻ സാധ്യതയില്ല. ഒരു ചിമ്പ് തനിയെ പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചിലവ് കുറയ്ക്കുവാൻ ഏറ്റവും നല്ലത്. ഇനി കൂടുതൽ ചിമ്പുകൾ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചിമ്പുകളും വെച്ചുവിടാം. ഇനി കുഴിയെടുക്കേണ്ടത്, സാധാരണ രീതിയിൽ നമ്മൾ ഏലത്തിന് കുഴിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ രീതിയാണ്. അതായത് 2 അടി നീളം, 2 അടി വീതി, 2 അടി താഴ്ച എന്നുള്ള രീതിയിലാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. അതൊരു വലിയ കുഴിയായിരിക്കും. ഈ കുഴി എടുത്തതിന് ശേഷം നമ്മൾ ഈ കുഴിക്കകത്ത് ടോപ്പ് സോയിൽ, അതായത് മുകളിലത്തെ മണ്ണ് കൂടുതലായിട്ടിട്ട് നിറയ്ക്കുക. അതായത് മുകളിലത്തെ മണ്ണ് മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് ഇട്ട് നിറയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ണ് ഇളകിയിരുന്നു കഴിഞ്ഞാൽ ചെടികൾക്ക് വേരോട്ടം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പുതുതായിട്ട് പ്ലാന്റ് ചെയ്യുന്ന ചെടികൾക്ക് പെട്ടെന്ന് വേരുകൾ ആഴ്ന്നിറങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വലിയ കുഴികൾ എടുത്തതിന് ശേഷം നമ്മളത് മണ്ണിട്ട് നികത്തിയതിന് ശേഷം ഏലച്ചെടികൾ വെക്കുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, അപ്പോൾ ചെടികൾ തമ്മിൽ എത്ര അകലം വേണമെന്നുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അടി അകലത്തിലാണ് ഓരോ ചെടികളും നടാറുള്ളത്. എന്നാൽ ചിലയിടത്ത് നീളത്തിൽ 8 അടിയും വീതി 10 അടി എന്നുള്ള രീതിയിൽ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലയിടത്ത് 8 കെട്ട്, അതായത് 8 അടി നീളം 8 അടി വീതി എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തും ചെടികൾ വെക്കാറുണ്ട്. ഈ പല ആളുകളും ചോദിക്കാറുണ്ട് ചെടികൾ തമ്മിലുള്ള അകലം. സാധാരണ ചെടികൾ തമ്മിലുള്ള അകലം 10 അടിയാണ് സാധാരണഗതിയിൽ ഏലച്ചെടി വെക്കുന്നത്. ഇങ്ങനെ 10 അടി അകലത്തിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1 ഏക്കറിൽ നമുക്ക് ഏകദേശം 400ഓളം ഏലച്ചെടികൾ പ്ലാന്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ 10 അടി അകലത്തിന് പകരമായിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് 8 അടിയും മറ്റേ സൈഡിലോട്ട് 10 അടിയും എന്നുള്ള രീതി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 450ഓളം ഏലം നമുക്ക് 1 ഏക്കർ സ്ഥലത്ത് പ്ലാന്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ 8 അടി ഒരു ചെടിയുടെ അടുത്തോട്ട് 8 അടി, അടുത്ത ചെടിയിലോട്ടും 8 അടി എന്ന രീതി പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 ചെടി 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലങ്ങൾ, ഷെയ്ഡ് മരങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിൽ 8 അടിക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും ഇത്. എന്നാൽ ഷെയ്ഡ് ഉള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ 10 അടി അകലത്തിൽ ചെടികൾ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ആരോഗ്യമുള്ള ഒരു ചെടി സെലക്ട് ചെയ്യുകയാണ്. ഈ ചെടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചിമ്പുകൾ പുതുതായിട്ട് വന്ന് ഏകദേശം 10 മാസത്തോളം പ്രായമുള്ള ഒരു ചെടിയാണ്. ഇതിൽ പ്രത്യേകിച്ച് രോഗബാധകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തട്ട നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് കത്തി ഉപയോഗിച്ച് ഇതിന് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ അടർത്തിയെടുക്കുക. ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ കുത്തിയിട്ടിരിക്കുന്ന കുഴി ആദ്യം റെഡിയാക്കുക. ഈ കുഴി നമ്മൾ മേൽമണ്ണ് ഉപയോഗിച്ച് കുറച്ച് മൂടിയതിന് ശേഷം അതിലേക്ക് ചാണകപ്പൊടി, വേപ്പുപിണ്ണാക്ക്, അടിവളമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ചാണകപ്പൊടി, വേപ്പുപിണ്ണാക്കാണ്.
ഇവ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് അടിവളമായിട്ട് കൊടുത്തതിന് ശേഷം അതിൽ ചെടി നമ്മൾ പ്ലാന്റ് ചെയ്യുക. ചെടി പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് കരിയിലകൾ ഇതിലോട്ട് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിൽ മണ്ണ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി കരിയിലകൾ കൂടി ഇട്ടുവിടാം. ഏറ്റവും നല്ല നമുക്ക് ചെടി പ്ലാന്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. ജൂൺ മാസം കഴിഞ്ഞിട്ടാണ് ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ നമുക്ക് ചെടികൾ പ്ലാന്റ് ചെയ്യാം. ഈ ചെടികൾ പ്ലാന്റ് ചെയ്ത ആ സമയത്ത് തന്നെ വളപ്രയോഗം ഒരു കാരണവശാലും, പ്രത്യേകിച്ച് രാസവള പ്രയോഗം ഒരു കാരണവശാലും നടത്തരുത്. നമുക്ക് ഏകദേശം ചെടികൾക്ക് വേര് വരണമെന്നുണ്ടെങ്കിൽ ഒരു 20 മുതൽ 60 ദിവസം വരെ ആകും ചെടികൾക്ക് നല്ല രീതിയിൽ പുതിയ വേരുകൾ വരണമെന്നുണ്ടെങ്കിൽ. ആ പുതിയ വേരുകൾ വന്നതിന് ശേഷം മാത്രം വളപ്രയോഗം നടത്തുക. അതുപോലെ മണ്ണിൽ വേരുപുഴു ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ആക്രമണം ഉള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ വേരുപുഴുവിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കീടനാശിനികൾ കലക്കി ഒഴിക്കുവാനും ശ്രദ്ധിക്കുക. അതുപോലെ വേരിന്റെ വളർച്ച കൃത്യമായാൽ മാത്രമേ ചെടികൾ പുതുതായി നല്ല രീതിയിൽ ചിമ്പുകൾ അടിച്ച് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കിന് ഒരു 30 to 60 ചിമ്പ് എന്നുള്ള രീതിയിൽ ഈ ചെടി വളരുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ വളപ്രയോഗം നടത്തുമ്പോഴും ചെറിയ അളവിൽ മാത്രം വളപ്രയോഗം നടത്തുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ചിമ്പ് മാത്രമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചിമ്പിന് ആവശ്യത്തിനുള്ള വളങ്ങൾ മാത്രം നൽകുവാൻ ശ്രദ്ധിക്കുക. നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നതാണ് ചെടികൾക്ക്, റീപ്ലാന്റ് ചെയ്യുന്ന ചെടികൾക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഷെയ്ഡ് പരമാവധി കുറച്ച് നിർത്തുവാനും ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ നന്നായി വേര് പിടിച്ച് ചിമ്പടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തായ്തട്ട, ആദ്യം നട്ട തട്ട ഒടിച്ചു വിടുന്നതും നല്ല ഒരു രീതിയാണ്. അങ്ങനെ ഒടിച്ചു വിടുന്നത് പുതുതായിട്ട് കൂടുതൽ ചിമ്പുകൾ അടിക്കാൻ ചെടിയെ സഹായിക്കും. ഈ വീഡിയോ നമ്മൾ ചെയ്തത് പുതുതായി ഏലകൃഷിയിലേക്ക് വരുന്ന ആളുകളെ ഉദ്ദേശിച്ച് മാത്രമാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കാം ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതല്ല, സാധാരണഗതിയിൽ JCB ഉപയോഗിച്ച് ഇളക്കി മണ്ണിളക്കി കൃഷി ചെയ്യുന്ന രീതികളും നമ്മുടെ ഹൈ റേഞ്ചിൽ കാണാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മുടെ ടോപ്പ് സോയിലാണ് ഏറ്റവും കൂടുതൽ വളങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോപ്പ് സോയിൽ എപ്പോഴും അടിയിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് JCB വെച്ച് ഇളക്കുമ്പോൾ മണ്ണ് ഇളക്കി മറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് JCB വെച്ച് ഇളക്കുവാൻ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഏലകൃഷി ചെയ്യുവാൻ. അപ്പോൾ ഈ വീഡിയോ പുതുതായി ഏലകൃഷിയിലേക്ക് വരുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.